സിദ്ധാർത്ഥ നോവൽ. രചന ഹെർമൻ ഹെസെ. വിവർത്തനം ആർ രാമൻ നായർ. ശബ്ദം നൽകുന്നത് ജയകുമാർ രാമകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, a DC ബുക്സ് പ്രൊഡക്ഷൻ. ഒന്നാം ഭാഗം. അധ്യായം 1. പുരോഹിതൻ. സിദ്ധാർത്ഥൻ എന്ന കോമളനായ ബ്രാഹ്മണകുമാരൻ വീടിന്റെ തണലിൽ, തോണികളുടെ സമീപത്ത്, നദിക്കരയിലെ വെയിലിൽ, മുളങ്കാടുകളുടെയും അത്തിമരക്കൂട്ടങ്ങളുടെയും നിഴലിൽ വളർന്നു. അവന്റെ കളിക്കൂട്ടുകാരൻ ഗോവിന്ദനായിരുന്നു. ആറ്റിൽ കുളിച്ച് വ്രതശുദ്ധി വരുത്തി നൈമിത്തിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വേളകളിൽ സൂര്യകിരണങ്ങൾ അവന്റെ ലോലമായ ചുമലകൾക്ക് തവിട്ടു നിറം പകർന്നു. മാന്തോപ്പുകളിൽ കളിക്കുമ്പോഴും, അമ്മ കീർത്തനങ്ങൾ ആലപിക്കുമ്പോഴും, അച്ഛൻ പാഠങ്ങൾ ഉരുവിട്ട് പഠിപ്പിക്കുമ്പോഴും, ഗുരുക്കന്മാരുടെ സമീപത്തിരിക്കുമ്പോഴുമെല്ലാം അസ്പഷ്ടമായ ചില നിഴൽ രൂപങ്ങൾ അവന്റെ കൺമുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. പണ്ഡിതന്മാരുടെ സംവാദങ്ങളിൽ സിദ്ധാർത്ഥനും പങ്കെടുത്തു തുടങ്ങി. ഗോവിന്ദനുമായി അവൻ വാദപ്രതിവാദങ്ങളിലേർപ്പെട്ടു. അവനുമൊത്ത് ജപവും ധ്യാനവും പരിശീലിച്ചു. വാക്കുകളുടെ വാക്കായ ഓങ്കാരം നിശബ്ദമായി ഉച്ചരിക്കാനും, പരമാത്മാവിന്റെ പ്രകാശം നെറ്റിയിൽ പ്രസരിക്കുമാറ് ഉച്ഛ്വാസത്തോടൊപ്പം ആ ശബ്ദം ഉള്ളിലാകെ നിറയ്ക്കാനും, നിശ്വാസത്തോടൊപ്പം അത് ആത്മാവിൽ നിന്നുമാകെ ധ്വനിപ്പിക്കുവാനും അവനറിയാമായിരുന്നു. തന്റെ ഉള്ളിന്റെയുള്ളിലെ അനശ്വരവും അനന്തവുമായ ആത്മാവിനെ അറിയുവാൻ ഇതിനകം അവന് കഴിഞ്ഞിരുന്നു. പുത്രന്റെ ബുദ്ധിവൈഭവവും വിജ്ഞാനതൃഷ്ണയും പിതാവിന്റെ ഹൃദയത്തെ സന്തോഷപൂർണമാക്കി. അവൻ വളർന്ന് ഒരു മഹാപണ്ഡിതനും പുരോഹിതനും ബ്രാഹ്മണശ്രേഷ്ഠനുമായി തീരുന്നത് അദ്ദേഹം സങ്കല്പത്തിൽ കണ്ടു. സിദ്ധാർത്ഥന്റെ നടപ്പും ഇരിപ്പും നിൽപ്പുമൊക്കെ കാണുമ്പോൾ ശക്തനും സുന്ദരനും സൗമ്യനുമായ അവൻ സ്നേഹാദരവുകളോടെ തനിക്ക് അഭിവാദ്യമർപ്പിക്കുന്നത് കാണുമ്പോൾ അമ്മയുടെ ഹൃദയം അഭിമാനപുളകിതമാവും. വിശാലമായ നെറ്റിയും രാജോചിതങ്ങളായ നയനങ്ങളും ഒതുങ്ങിയ ദൃഢമായ ശരീരവുമുള്ള സിദ്ധാർത്ഥൻ പട്ടണത്തിലെ തെരുവുകളിലൂടെ നടന്നു പോകവേ ബ്രാഹ്മണകുമാരികളുടെ ഹൃദയത്തെ പ്രേമം മഥിച്ചു. അവന്റെ തോഴൻ ബ്രാഹ്മണകുമാരനായ ഗോവിന്ദൻ മറ്റാരെയും കാളധികം സിദ്ധാർത്ഥനെ സ്നേഹിച്ചു. സിദ്ധാർത്ഥന്റെ കണ്ണുകളെയും സ്ഫുടമായ ശബ്ദത്തെയും അവൻ പ്രേമിച്ചു. അവന്റെ നടത്തം, ഭംഗിയുള്ള ചലനങ്ങൾ എന്നുവേണ്ട സിദ്ധാർത്ഥന്റെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ അവനിഷ്ടമായിരുന്നു. ഇതിലൊക്കെയുപരി അവന്റെ ബുദ്ധിശക്തിയെ, ഉജ്ജ്വലമായ ചിന്തകളെ, നിശ്ചയദാർഢ്യത്തെ, ഉത്കൃഷ്ടമായ പെരുമാറ്റത്തെ അവൻ ആരാധിച്ചു. ഒരു സാധാരണ ബ്രാഹ്മണനെപ്പോലെ അവനും മടിയനായ ഒരു വൈദികനോ, ധനമോഹിയായ മന്ത്രതന്ത്ര വ്യാപാരിയോ, അഹങ്കാരിയായ കൊള്ളരുതാത്ത മതപ്രാസംഗികനോ, വഞ്ചകനായ പുരോഹിതനോ, അല്ലെങ്കിൽ വലിയൊരാട്ടിൻപറ്റത്തിലെ വെറുമൊരു കൊഴുത്ത മണ്ടൻ ആടോ ആയിത്തീരുകയില്ലെന്ന് ഗോവിന്ദൻ അറിയാമായിരുന്നു. ഇല്ല, താൻ ഗോവിന്ദനും ഇതൊന്നുമാകാൻ തങ്ങളുടെ കൂട്ടത്തിലെ 10,000-കണക്കിന് ബ്രാഹ്മണരിൽ ഒരുവൻ മാത്രമാകാൻ ആഗ്രഹിക്കുന്നില്ല. തന്റെ വാത്സല്യഭാജനമായ ശ്രേഷ്ഠനായ സിദ്ധാർത്ഥനെ പിന്തുടരാനാണ് അവൻ ആഗ്രഹിച്ചത്. അവൻ എന്നെങ്കിലും ഒരു വിശുദ്ധനായി തീരുകയാണെങ്കിൽ, അവൻ എന്നെങ്കിലും പരിപൂർണമായ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, അവന്റെ തോഴനായി, സഹയാത്രികനായി, ദാസനായി, ശിഷ്യനായി, അവന്റെ നിഴലായി അവനെ പിന്തുടരാനാണ് ഗോവിന്ദൻ മോഹിച്ചത്. അങ്ങനെയൊക്കെയാണ് എല്ലാവരും സിദ്ധാർത്ഥനെ സ്നേഹിച്ചിരുന്നത്. അവൻ എല്ലാവരെയും സ്നേഹിച്ചു, ആനന്ദിപ്പിച്ചു. എങ്കിലും സിദ്ധാർത്ഥൻ സ്വയം സന്തോഷവാനായിരുന്നില്ല. അത്തിമരത്തോട്ടത്തിലെ ചെമ്മൺപാതയിലൂടെ ഉലാത്തുന്ന നീലനിഴലുകൾ വീണ ചോലയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന, നിത്യവും വ്രതസ്നാനത്താൽ ശരീരം ശുദ്ധമാക്കുന്ന, മാന്തോപ്പിനുള്ളിൽ ആചാരപ്രകാരം യജ്ഞഹോമാദികൾ അർപ്പിക്കുന്ന എല്ലാവരുടെയും സ്നേഹപാത്രമായ
Sample complete. Ready to continue?